അപ്പോൾ നമ്മുടെ RPFന്റെ കോൺസ്റ്റബിൾ അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. അതായത് നമ്മളൊരു ഡെമോ ചെയ്ത് കാണിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ജസ്റ്റ് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ അത് ചെയ്ത് കാണിക്കുമ്പോൾ ഒരുപാട് സമയം പോകും. ഇപ്പോൾ തന്നെ നല്ല ടൈം ഓടിച്ചിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ കാണിക്കുന്ന ഈ ഒരു കാര്യത്തിലൂടെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതിലേക്ക് കിടക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന് RRBന്റെ SI അതുപോലെ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് അതിന് അപേക്ഷിക്കുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഈ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുൻപ് ചെയ്ത വീഡിയോ കോൺസ്റ്റബിൾ അതുപോലെ SI അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ലഭിക്കുന്നതായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യം നിങ്ങൾ ചൂസ് ചെയ്യേണ്ട നാഷണാലിറ്റി ആണ്. നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ്. നാഷണാലിറ്റി ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇന്ത്യ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ നെയിം എൻ്റർ ചെയ്യുക. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഉള്ളതുപോലെ നെയിം എൻ്റർ ചെയ്യുക. പിന്നെ റീ എൻ്റർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക. എസ് കൊടുത്താൽ കുറച്ച് കാര്യങ്ങളൊക്കെ പൂരിപ്പിക്കേണ്ടതായിട്ട് ഒക്കെ ആയിട്ട് വരും. അധികം പേർക്ക് നോ ആയിരിക്കും. നോ കൊടുക്കുക. എന്നിട്ട് ഡയറക്റ്റ്ലി താഴേക്ക് അടുത്തതിലേക്ക് പോവുക. ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടുന്ന് കറക്റ്റായി സെലക്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം മെട്രിക്കുലേഷൻ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിലുള്ളതുപോലെ തന്നെ സെലക്ട് ചെയ്യണം. അതിനുശേഷം ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ കൊടുത്താൽ സെയിം സാധനം ഇവിടെയും എൻ്റർ ചെയ്യുക. തെറ്റ് വരുത്താതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തെറ്റ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് മാറ്റാൻ പറ്റും, പക്ഷെ അതിന് വീണ്ടും നിങ്ങൾ പൈസ അടക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഡബിൾ ചെക്ക് ക്രോസ് ചെക്ക് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ ജെൻഡർ സെലക്ട് ചെയ്യുക. മെയിലാണോ ഫീമെയിൽ ആണോ ആ ഒരു ടൈപ്പിൽ ജെൻഡർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഇവിടെയും അതുപോലെ സെയിം ആയിട്ട് നിങ്ങൾ ജെൻഡർ സെലക്ട് ചെയ്യുക. അവിടെ തെറ്റായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റോങ് കാണിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും റോങ് കാണിക്കും. അവിടെയും സെയിം ആയിട്ട് ആദ്യം എന്താണോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അത് തന്നെ ഇവിടെ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. പിന്നെ ഫാദറിൻ്റെ നെയിം 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഉള്ളതുപോലെ തന്നെ ഇവിടെയും ഫാദറിൻ്റെ നെയിം കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ മദേഴ്സ് നെയിം ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. ഇവിടെയും കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. പിന്നെ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആധാർ കാർഡ് നമ്പർ, നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് ഇവിടെ വെരിഫൈ ചെയ്യുക. ഇവിടെ വെരിഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെരിഫൈ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ഗ്രീൻ കളറിൽ ടിക്കൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഇവിടെ നിങ്ങൾ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക. എന്നിട്ട് ഗെറ്റ് OTP എന്നുള്ളൊരു ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മെയിലിലേക്ക് ഒരു OTP വരും. അത് ഇവിടെ എൻ്റർ ചെയ്യുക. പിന്നെ മൊബൈൽ നമ്പർ ഇവിടെ ഇങ്ങനെ ടൈം ഓടിക്കൊണ്ട് നിൽക്കും. അത് നിങ്ങൾ കാര്യമാക്കേണ്ട. ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. ടൈം തീരുന്നതിന് മുമ്പ് ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് വെച്ചേക്കുക. പിന്നെ അതുപോലെ തന്നെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഇവിടെ OTP ഗെറ്റ് OTP എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്താൽ OTP വരും. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്യുക. പിന്നെ അവിടെ ഇങ്ങനെ ടൈം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഏകദേശം ഒരു 2 മിനിറ്റിൻ്റെ അടുത്താണ് ലഭിക്കുന്നതെന്ന് തോന്നുന്നു. ഈയിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു ടൈം ഇങ്ങനെ തീർന്നാലും കുഴപ്പമില്ല. അതായത് ഇവിടെ ഇങ്ങനെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ, അതായത് OTP അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നമ്പർ ഓടിക്കൊണ്ടിരിക്കും. അവിടെ സക്സസ്ഫുൾ ഒന്നും കാണിക്കത്തില്ല. ഇവിടെ ഓടിക്കൊണ്ടിരിക്കും. അത് കാര്യമാക്കേണ്ട. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കറക്റ്റായിട്ട് OTP കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യാന്നുള്ള കാര്യമാണ്. നിങ്ങൾ പാസ്വേഡിനൊക്കെ കുറച്ച് സമയമൊക്കെ എടുത്ത് ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ടൈം തീർന്നു പോകുമല്ലോ എന്ന് കരുതിയിട്ട് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പാനിക്കായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട. മറന്നുപോയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ടൈം ഓടുന്നത് പ്രശ്നമല്ല എന്ന് പറഞ്ഞത്. ഇവിടെ പാനിക്കായിട്ട് ചിലവർ എൻ്റർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്താണോ പാസ്വേഡ് കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് ആ പാസ്വേഡ് ഓർമ്മ ഉണ്ടാകുന്നതായിരിക്കണം. അത് കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഇവിടെയും പാസ്വേഡ് എൻ്റർ ചെയ്യുക. ഡബിൾ ചെക്ക്, അതായത് രണ്ടാമത് നിങ്ങൾ എൻ്റർ ചെയ്യുക. കൺഫേം ആയിട്ട് വീണ്ടും കൺഫേം പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ രണ്ടാമത് ഇതേ സാധനം ഇവിടെ എൻ്റർ ചെയ്യുക. പിന്നെ ഈ ഒരു ക്യാപ്ചയില്ലേ, ഈ ക്യാപ്ച ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ആ ബോക്സിൽ നിങ്ങൾ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ സെയിം ആണോ കാര്യങ്ങളെന്ന് ചോദിക്കും. അല്ല ആധാറിൻ്റെ സെയിം ആണോ കാര്യങ്ങളെന്ന് ചോദിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നോർമലി എല്ലാ ഡീറ്റെയിൽസും ഒരുപോലെ അവിടെ, അതായത് നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നത് കാണാൻ സാധിക്കും. എന്നിട്ട് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. വേറെ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നേരെ നിങ്ങൾ പോകുന്നത് ലോഗിൻ പേജിലേക്കാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പേജിലേക്കാണ് നിങ്ങൾ നേരെ റീഡയറക്റ്റ് ആയിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പേജിലേക്ക് നിങ്ങൾ വരാം. റെയിൽവേൻ്റെ ഈ ഒരു ഒഫീഷ്യൽ പേജിലേക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത്, അതായത് ഹോം, നിങ്ങൾക്ക് ഇവിടെ ഹോം കാണാൻ സാധിക്കും. ഈ ഹോം ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ആ ഒരു പേജിലേക്ക് അപ്ലൈ എന്നുള്ള പേജിൽ ക്ലിക്ക് ചെയ്യുക. ഹോം ക്ലിക്ക് ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ കയറിയ രജിസ്ട്രേഷൻ പേജിലും ഏറ്റവും ടോപ്പിൽ ഹോം കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഹോം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഈ ഒരു ലിങ്ക് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ ഇത്ര നേരം ഫില്ല് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഹോം കാണാൻ സാധിക്കും. ഈ ഒരു ഹോം ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി അവിടെയാണ് പോകുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്താൽ ഐ ഹാവ് ഓൾറെഡി ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമെയിൽ ID അല്ലെങ്കിൽ മൊബൈൽ നമ്പർ അതാണ് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID എൻ്റർ ചെയ്യുക. എന്നിട്ട് ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക.
പാസ്വേഡ് കൃത്യമായിട്ട് തെറ്റാതെ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെയുള്ള ക്യാപ്ചയും കൃത്യമായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു ഇൻ്റർഫേസ് ഉണ്ട്. ആ ഒരു ഇൻ്റർഫേസിൽ RPFൻ്റെ SI അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ഇതിന് അപ്ലൈ ചെയ്യേണ്ട ഓപ്ഷൻ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നീട് വളരെ എളുപ്പമാണ് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുന്നത്. 13ഓളം റീജിയണൽ ലാംഗ്വേജിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. അതിൽ മലയാളമുണ്ട്, എക്സെട്ര തുടങ്ങിയ കാര്യങ്ങളാണ്. എന്നിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. അവിടെ 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഒന്ന് നമ്മുടെ സബ് ഇൻസ്പെക്ടറും മറ്റൊന്ന് നമ്മുടെ കോൺസ്റ്റബിളും ആണ്. 01/2024, 02/2024. കോൺസ്റ്റബിൾ ആയാലും സബ് ഇൻസ്പെക്ടർ ആയാലും അപേക്ഷിക്കാൻ യാതൊരു വ്യത്യാസമില്ല. ആകെ ഒരു വ്യത്യാസം, ഒന്നിന് സർട്ടിഫിക്കറ്റ് SSLCൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ വേണം, മറ്റൊന്നിന് ഡിഗ്രി വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് സബ് ഇൻസ്പെക്ടർ കൊടുത്ത് നോക്കാം. കൊടുക്കുന്ന രീതി കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഡിഗ്രി മതി. ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വേണ്ടത്. മറ്റേ കോൺസ്റ്റബിൾ ആകുമ്പോൾ 10th സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അത്രയേ വ്യത്യാസം വരുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ അവിടെ ഒരു ബോക്സ് ഉണ്ട്, അത് നമ്മൾ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന വെബ്സൈറ്റിലേക്ക് വരും. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ അക്കൗണ്ട് ഈസ് വെരിഫൈ വിത്ത് ആധാർ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ യാതൊന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ഓട്ടോമാറ്റിക്കലി വരും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഫീസ് അടക്കുന്നതിൽ നിന്ന് എക്സെപ്ഷൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. അതായത് നിങ്ങൾ ഫീമെയിൽസ് അല്ലെങ്കിൽ SC ST ആകുമ്പോൾ S കൊടുക്കണം. അതായത് നിങ്ങൾക്ക് 250 രൂപ അടച്ചാൽ മതി. ബാക്കിയുള്ള കാറ്റഗറി ആകുമ്പോൾ നിങ്ങൾ അടക്കേണ്ട എമൗണ്ട് 500 രൂപയാണ്. അതാണ് അവിടെ ചോദിക്കുന്നത്. പിന്നെ ഇവിടെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, നിങ്ങൾ ഏതെങ്കിലും സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ആകുമ്പോൾ അവർക്ക് റിലാക്സേഷൻ ഉണ്ട്. SC ST OBC ഒക്കെ ആകുമ്പോൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ ഇവിടെ ആവശ്യമായിട്ടുണ്ട്. ആ നമ്പർ നിങ്ങൾ ഇവിടെ അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഇഷ്യൂ ഡേറ്റ്, ഏത് അതോറിറ്റിയാണ് ഇഷ്യൂ ചെയ്തത്, ഫോർ എക്സാമ്പിൾ തഹസിൽദാർ ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതോറിറ്റിയിൽ നിന്ന് കിട്ടിയതാണോ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഏത് പേഴ്സൺ ആണ് അത് തന്നിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അതർ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. അതർ ഡീറ്റെയിൽസിൽ ഇവിടെയും ആധാർ കൊണ്ട് വെരിഫൈഡ് ആണ്. അപ്പോൾ ഇവിടെ വലുതായിട്ട് ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. ഇവിടെ yes or no ആണ്. അതായത് എക്സ് സർവീസ് മാൻ ആണോ, അപ്പോൾ yes or no ഇവിടെ കൊടുത്താൽ മതി. ബാക്കിയെല്ലാം yes or no ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത്. ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയതുകൊണ്ടാണ് ആദ്യത്തെ കാണിക്കാത്തത്. പിന്നെ ഇവിടെ നിങ്ങൾ yes or no കൊടുക്കുക. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ അത് yes or no നിങ്ങൾ കൊടുക്കുക. പിന്നെ EBC ആണെങ്കിൽ അത് yes or no കൊടുക്കുക. അതായത് എക്കണോമിക്കലി ബാക്കർ സെക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. പിന്നെ റെയിൽവേയിലെ എംപ്ലോയി ആണോ എന്നുള്ളത് അത് yes or no കൊടുക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, പബ്ലിക് സെക്ടർ. അപ്പോൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ കൊടുത്താൽ മതി, പ്രശ്നമില്ല. അതുപോലെ തന്നെ പിന്നെ ആർ യു കോഴ്സ് കംപ്ലീറ്റഡ് അപ്രന്റീസ്ഷിപ്പ് ആക്ടിൻ്റെ കീഴിൽ എന്തെങ്കിലും റെയിൽവേയിലെ അപ്രന്റീസ്ഷിപ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ട് S കൊടുക്കുക, ഇല്ലെങ്കിൽ നോ തന്നെ കൊടുത്താൽ മതി. പിന്നീടാണ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം. കാരണം ഇതിലാണ് നിങ്ങളുടെ റീഫണ്ട് ലഭിക്കുക. ഇതിൻ്റെ താഴേക്ക് ബാങ്ക് ഡീറ്റെയിൽസ് ആണ്, അതുകൊണ്ടാണ് അങ്ങോട്ട് കാണിക്കാത്തത്. പിന്നെ നെക്സ്റ്റ് കൊടുത്തിട്ട് അടുത്ത സെക്ഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ബാങ്ക് ഡീറ്റെയിൽസിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, പിന്നെ ബാങ്ക് ഹോൾഡർ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അവിടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ റോൾ നമ്പർ, അതുപോലെ തന്നെ ഏത് സ്റ്റേറ്റിൻ്റെ കീഴിലാണ്, ഡിസ്ട്രിക്ട്, ബോർഡ്, അത് കോൺസ്റ്റബിളിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതായത് 10th ഡീറ്റെയിൽസ് ആണ് ഇവിടെ നിങ്ങൾ SIയിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഡിഗ്രിയും കൂടി അപ്ലോഡ് ചെയ്യണം, അതായത് ആഡ് ചെയ്യണം. ഇവിടെ സർട്ടിഫിക്കറ്റ് ഒന്നും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. റോൾ നമ്പർ എൻ്റർ ചെയ്യുക, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് പാസിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ തൊട്ടിപ്പറായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുള്ളത് അപ്ലോഡ് ഡോക്യുമെന്റ്സ്, ഫയൽസ് ആണ്. ഇവിടെ ഫോട്ടോ, സിഗ്നേച്ചറും, ഇവിടെ ഒരു സൈസ് പറയുന്നുണ്ട്. ആ ഒരു സൈസിൽ നിങ്ങൾ ഫോട്ടോ, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു സെക്ഷനും കംപ്ലീറ്റ് ആവും. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിലേക്ക് നിങ്ങൾ എത്തും. ആ ഒരു സെക്ഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു പ്രിവ്യൂ കാണിക്കും. അവിടെ ഒരു ടിക്ക് ബോക്സ് ഉണ്ട്, അത് ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ സബ്മിറ്റ് ആവും. പ്രത്യേകം ശ്രദ്ധിക്കുക, തെറ്റുകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം, ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം കൺഫേം ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് കൂടി കറക്റ്റ് ആക്കിയിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയും ചെയ്യേണ്ടൂ, നിങ്ങളുടെ അപേക്ഷ സബ്മിറ്റ് ആവുന്നതായിരിക്കും. സോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും.